ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു ചെറിയ മിനി ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കായാലും കുട്ടികൾക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും അവർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനും നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? അതിനുവേണ്ടി ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പഴയ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീമിൻ്റെ ബോക്സൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ റോപ്പാണ് ഇതിൻ്റെ അടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് വലിപ്പമുള്ള റോപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് 3 ലെയറായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ റോപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ലെയറാക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ അങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് 3 ലെയറാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി മാറ്റിയെടുക്കാം. ഇനി കുറേ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ് വേണം. നമ്മൾ ചോക്കോബാർ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഇത് കളയാതെ കഴുകിയെടുത്തിരുന്ന് അത് എടുക്കാം. അല്ലെങ്കിൽ കമ്പി വെച്ചിട്ടായാലും ചെയ്യാം, കട്ടിയുള്ള കമ്പി ആയാലും ചെയ്യാം കേട്ടോ. ഇത് ഇത്ര ഏഞ്ചൽ കഴിച്ചതിൻ്റെ സ്റ്റിക്കാണ് ഞാൻ മാറ്റി വെച്ചിരുന്നേ കഴുകി. അപ്പോൾ ഒരു സൈഡിൽ പശ തേച്ചിട്ട് നമ്മുടെ ബോക്സിൻ്റെ ഒരു സൈഡിൽ പശ തേച്ചിട്ട് അറ്റത്ത് ഏറ്റവും അടിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു അകലത്തിൽ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ നമ്മുടെ ബോക്സിൻ്റെ 4 ചുറ്റും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 ചുറ്റും ഇത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോക്സിൻ്റെ കാട്ടി കുറച്ച് മുകളിലോട്ട് നിൽക്കണം നമ്മുടെ സ്റ്റിക്ക്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റോപ്പിൻ്റെ ലെയർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ബോക്സിൻ്റെ സൈഡിൽ നമ്മൾ ഈ ഒട്ടിച്ച് കൊടുത്ത സ്റ്റിക്കിൻ്റെ അടിയിൽ കൂടെ ഒരെണ്ണത്തിൻ്റെ അടിയിൽ കൂടിയിട്ട് താഴോട്ട് വലിക്കണം. ഒരുപാട് ഇനി വലിക്കരുത്, നമ്മൾ ഒട്ടിച്ച് വെച്ചത് അത് ഇളകി പോകും കേട്ടോ. അതിന് ശേഷം ഒരെണ്ണം വിട്ടിട്ട് അടുത്ത സ്റ്റിക്കിൻ്റെ അകത്തൂടിട്ട് അതുപോലെ തന്നെ വലിക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഇടവിട്ട് ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാം. ഏറ്റവും അടിയിൽ അങ്ങനെ അത് കാണും, പക്ഷേ അത് കുഴപ്പമില്ല, കാരണം നമ്മളവിടെ ലേസ് കൊണ്ട് കവർ ചെയ്യും. അപ്പോൾ രണ്ടാമതും അതുപോലെ തന്നെ അങ്ങനെ ചുറ്റിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഈ ബോക്സ് മൊത്തം ഇങ്ങനെ റോപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തവും ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ റോപ്പിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു എടുക്കാം. അപ്പോൾ നമ്മളതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുകളിലോട്ട് കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കെല്ലാം മുകളിൽ കുറച്ച് നിൽക്കണം. അവിടെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ അടുത്തെല്ലാം അകത്താണ് തേക്കേണ്ടത് കേട്ടോ. തേച്ചിട്ട് നമ്മളിതിന് ഒരു കവർ വേണമല്ലോ, ബോക്സ് ഇങ്ങനെ കാണുന്ന ഒരു വൃത്തികേടല്ലേ, അതുകൊണ്ട് നമുക്ക് അകത്തൊന്നൊരു തുണി ഇട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ എന്താ കട്ടിയുള്ള തുണിയാണെങ്കിലും കുഴപ്പമില്ല, കട്ടി കുറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, എന്താ നമ്മുടെ കയ്യിലുള്ള അതൊക്കെ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു നെറ്റിൻ്റെ തുണിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിട്ട് കവർ ചെയ്യുക, ക്രീം കളറിലെ നെറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പീസിട്ട് അകത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ പശ തേച്ചടമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അകത്ത് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 ചുറ്റും ഒന്ന് ഒട്ടി
നല്ലതുപോലെ ഒട്ടിയിരിക്കണം. ഇപ്പം നമ്മുടെ ലേസ് എല്ലായിടും ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ എൻ്റെ കയ്യിൽ മെറൂൺ കളറിലെ ലേസാണ്, അത് അടിയിൽ ഇങ്ങനെ ചുറ്റിനും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലും അതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ലേസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും വയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ കലാവാസന പോലെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി സാധനങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന സാധനങ്ങളാണ്, പഴയ ലേസൊക്കെയാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ആയാലും മതി, അല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി സ്റ്റിക്കൊക്കെ ഒട്ടിക്കാൻ. അപ്പോൾ നമ്മൾ 4 ചുറ്റും ഇതണക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ബാസ്ക്കറ്റ് ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഹാൻഡിൽ വേണമല്ലോ, ഒരു പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റോപ്പിൻ്റെ ഇത് തന്നെ എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പിന്നിയെടുക്കാം. ഒരുപാട് ടൈറ്റായിട്ട് പിന്നരുത്, കുറച്ച് വീതിയിൽ ഇങ്ങനെ പിന്നി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നീളത്തിൽ പിന്നി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ലേസ് ഇത് ഹാൻഡിൽ ഇത്ര ബലം വേണമല്ലോ, കുറച്ച് ബലം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പി, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം കൂടിയ കമ്പി ആയിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അകത്തൂടൊന്ന് കൊരുത്ത് വലിച്ചെടുക്കണം. ഇങ്ങനെ അകത്തൂടെ കയറ്റി കമ്പി ഒന്ന് വലിച്ച് എടുക്കണം. ഇപ്പം നമ്മൾ ഈ കമ്പി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡിലും കുറച്ച് കമ്പി നീളത്തെ നിൽക്കണം, എന്നാലേ നമ്മുടെ ഇതിൻ്റെ ബാസ്ക്കറ്റിൻ്റെ സൈഡിൽ നമുക്കിത് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 2 സൈഡിൽ ഇതായിട്ട് ആ കമ്പി ഒരു സൈഡിലെ കമ്പി ഒരു നടുക്കൊന്ന് താഴോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. പിന്നെ അവിടെ ഒട്ടിക്കുകയും കൂടെ വേണം കേട്ടോ. അതുപോലെ അപ്പുറത്തതും അതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡിലേയും ടൈറ്റ് ചെയ്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് ലേസ് പോലെ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ റിബണിൻ്റെ പൂ വെച്ചിട്ട് ഈ ഹാൻഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയ പേൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുട്ടികളുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. ഓരോ ബ്രഷ്, മേക്കപ്പ് പൗഡർ, പിന്നെ ഇത് ഐലൈനർ, നെയിൽ പോളിഷ്, ചീപ്പ്, മാല, കമ്മൽ, സ്ലൈഡ്, ഹെയർ ബൺസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ, ലിപ്സ്റ്റിക്ക്, കുറേ സാധനങ്ങൾ ഇതിലിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ അവർ തന്നെ പല സ്ഥലത്ത് ഇങ്ങനെ തിരക്കി നടക്കും. ചീപ്പ് എന്ത് ചെയ്യും, സ്ലൈഡ് എന്ത് ചെയ്യും, മാല, അതെല്ലാം തിരക്കി നടക്കും. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചിരുന്ന് അവർക്ക് തന്നെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്താൽ അപ്പോൾ അവർക്ക് സന്തോഷമാവും. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. കുറേ സാധനങ്ങൾ ഇനിയും ഇരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഷോയ്ക്കൊക്കെ മേശപ്പുറത്തൊക്കെ വെക്കാനും പറ്റും. അപ്പോൾ അലവലാതിയായിട്ട് പിള്ളേരുടെ സാധനങ്ങൾ അവിടെ ഇവിടെ ഒന്നും കിടക്കത്തുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം അതുവരെയും ബൈ. ഓക്കെ, താങ്ക് യു.